നമുക്ക് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതേ ഒരു സാരിയാണ് കിട്ടിയിരുന്നത്, പൊങ്കൽ കോടിയാണിത്. നിറയെ കളറുണ്ട്. എനിക്ക് കിട്ടിക്കുന്നത് ഗോൾഡൻ കളറാണ്, ഗോൾഡനിൽ ബ്ലൂ ലൈനുള്ള സാരിയാണ്. ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഞാൻ തമിഴ്നാട്ടിലെ റേഷൻ കടയ്ക്ക് പോകുന്ന ബ്ലോഗാണ്. അപ്പോൾ ഞാൻ തമിഴ്നാട്ടിലെ റേഷൻ കടയിൽ പോയ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതല്ല, ഇന്ന് സ്പെഷ്യലാണ്. ചൊവ്വാഴ്ച നമ്മുടെ തമിഴ്നാട്ടിലെ വിശേഷ ദിവസമായ പൊങ്കലാണ്. നമ്മുടെ കേരളത്തിലെ ഓണത്തിനൊക്കെ നമുക്ക് ഓണക്കിറ്റ് കിട്ടില്ലേ, അതുപോലെയാണ് തമിഴ്നാട്ടിലെ പൊങ്കൽ കിറ്റ് മേടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് തമിഴ്നാട്ടിലെ റേഷൻ കടയിൽ പൊങ്കലിന് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നതെന്ന് നമുക്ക് കാണാം. കഴിഞ്ഞ വർഷമൊക്കെ പൊങ്കൽ സാധനത്തിൻ്റെ കൂടെ തന്നെ പൈസ ഉണ്ടായിരുന്നു, 1000 രൂപ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അതില്ലെന്നാണ് കേട്ടത്. മേടിച്ചവരൊക്കെ പറയുന്നത് 1000 രൂപ ഇല്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് എല്ലാ മാസവും 1000 രൂപ തമിഴ്നാട്ടിലെ സ്ത്രീകൾക്ക് തമിഴ്നാട്ടിലെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് ഓൾറെഡി. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്രാവശ്യം ഇല്ലാത്തത്, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ അതേ ഞാൻ സഞ്ചിയും പിന്നെ സ്ലിപ്പ് തന്നിട്ടുണ്ട്. ഓരോ ഏരിയയ്ക്ക് ഓരോ ഡേറ്റാണ്. അപ്പോൾ നമ്മുടെ ഏരിയയ്ക്ക് 10-ാം തീയതിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 10-ാം തീയതിയാണ് നമുക്ക്. അപ്പോൾ വേഗം പോയിട്ട് വരാം റേഷൻ കടയ്ക്ക്. ശൈശേൻ്റെ അമ്മയും എൻ്റെ കൂട്ടുകാരി, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കൂട്ടുകാരി ഷൈനി എന്ന് പറഞ്ഞാൽ അവരെല്ലാം സാധനങ്ങൾ മേടിച്ചോട്ടെ. രാവിലെ തന്നെ പോയി മേടിച്ചു. ഞാൻ ഉച്ചയ്ക്ക് ഒരു 3 മണി കഴിഞ്ഞാണ് പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ടൈം എടുക്കുന്നതെന്ന് വെച്ചാൽ 4 മണിക്ക് അബിക്കുട്ടൻ്റെ സ്കൂൾ വാൻ വരും. അപ്പോൾ റേഷൻ കടയിൽ സാധനം മേടിച്ചിട്ട് അബിക്കുട്ടനെ കൂട്ടി വരാം. അതുകൊണ്ടാണ് ഞാൻ ഈ ടൈം തിരഞ്ഞെടുത്തത്. അപ്പോൾ നമുക്ക് വേഗം റേഷൻ കടയ്ക്ക് പോകാം. റേഷൻ കട തിരക്കാണെങ്കിൽ എനിക്ക് പണി കിട്ടും. കാരണം 4 മണിക്ക് വാൻ വരും. ഇപ്പം 3:30 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ തിരക്കാണെങ്കിൽ താമസിക്കും. പിന്നെ ഞാൻ അബിക്കുട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീട് അടുത്താണ്, കൂടെ പഠിക്കുന്ന കൊച്ചിൻ്റെ. അവരുടെ അമ്മേൻ്റെ അടുത്ത് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അബിക്കുട്ടനെ കൂടി അങ്ങോട്ട് പിടിച്ച് നിർത്തിയേക്കണം. ഞാൻ സാധനം മേടിച്ചിട്ട് അബിക്കുട്ടനെ കൂട്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ പേടിക്കണ്ട. എന്നിരുന്നാലും ഉച്ചയ്ക്ക് അങ്ങനെ ആഹാരം കഴിക്കുന്ന കൂട്ടത്തിലുള്ള ആളൊന്നുമല്ല. അപ്പം നമ്മളില്ലെങ്കിൽ നല്ലോണം ഫുഡ് കഴിക്കത്തില്ല ആൾ. അപ്പം വൈകുന്നേരം നല്ല വിശന്നിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഞാൻ സ്കൂൾ വിട്ട ഉടനെ വേഗം വിളിച്ചുകൊണ്ടൊന്ന് ചോറ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ലേറ്റ് ആവുകയാണെങ്കിൽ പണി കിട്ടും. സ്ലിപ്പ് നമ്മുടെ മുഖ്യമന്ത്രി മിസ്റ്റർ സ്റ്റാലിൻ സാറിൻ്റെ പടമൊക്കെ വെച്ചിട്ടുള്ള കൂട്ടമുണ്ടോ റേഷൻ കടയ്ക്ക്? കൂട്ടമുണ്ടോ? ഇല്ല. റേഷൻ കടത്ത് കഴിഞ്ഞു. ഭാഗ്യത്തിന് ആരുമില്ല. ഭാഗ്യത്തിന് ആരും ഇല്ലായിരുന്നു. ഇതേ അബിക്കുട്ടനെ വിളിക്കാൻ സമയം ഇനി നിറയെ നേരമുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ കരിമ്പും തൊട്ട് പിടിച്ചോണ്ട് നടക്കണം. കരിമ്പും പിന്നെ സാധനങ്ങളുണ്ട്. ഞാൻ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വീട്ടിൽ വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി നേരെ അബിക്കുട്ടനെ വിളിക്കാനായിട്ട് പോകണം. തൊട്ടടുത്ത് തന്നെയാണ് അബിക്കുട്ടൻ്റെ വാൻ വരുന്നത്. അപ്പോൾ ഈ കരിമ്പ് കൊണ്ട് പോണതാണ് പാട്. ഒരു കരിമ്പേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പൊങ്കലിന് 3 കരിമ്പ് കെട്ടി വെച്ചിട്ട് പൊങ്കാലയിടുകയാണ് ചെയ്യുന്നത്. പള്ളി എത്തി. നമ്മൾ ഇപ്പോൾ പള്ളിയുടെ അടുത്ത് ഇവിടെയാണ് അബിക്കുട്ടൻ്റെ വാൻ വരുന്നത്. അബിക്കുട്ടൻ്റെ വാൻ വരുന്നത്. അപ്പം നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. എന്നും രാവിലെ ഈ പള്ളിയിൽ പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാ കുട്ടികളും അവരുടെ സ്കൂളിൽ പോകുന്നത്. കൈ കാട്ട്. സൂപ്പറാണോ? ശരി, പോമ്മ വീട്ടിൽ പോമ്മ. അപ്പോൾ അബിക്കുട്ടൻ വന്നു. ഞാൻ അബിക്കുട്ടനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ വന്നിട്ട് നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയെന്ന് നോക്കാം കേട്ടോ. അബിക്കുട്ടന് ചോക്ലേറ്റ് മേടിച്ചു കൊടുത്താൽ അതിൻ്റെ ഹാപ്പിയിലാണ് അബിക്കുട്ടൻ അല്ലേ? ചോക്ലേറ്റ് കൊള്ളാമാ ബാപ്പോ. അപ്പം ഞാൻ വീട്ടിൽ വന്ന് അബിക്കുട്ടന് ചോറ് കൊടുത്തു, പിന്നെ ചായ ഇട്ട് കൊടുത്തു, സ്നാക്സും കൊടുത്ത് TV-യുടെ മുന്നേ എത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു സാരിയാണ് കിട്ടിയിരുന്നത്, പൊങ്കൽ കോടിയാണിത്. നിറയെ കളറുണ്ട്. എനിക്ക് കിട്ടിക്കുന്നത് ഗോൾഡൻ കളറാണ്, ഗോൾഡനിൽ ബ്ലൂ ലൈനുള്ള സാരിയാണ്. പിന്നെ ഒരു മുണ്ടാണ് കേട്ടോ, കാണാൻ പറ്റുന്ന അറിയത്തില്ല. പിന്നെ ഞാൻ കരിമ്പ് ഞാൻ കാണിച്ചു തന്നല്ലോ. പിന്നെ നമുക്ക് പൊങ്കലിനുള്ള സാധനങ്ങളാണ്. ഇത് പച്ചരിയാണ് കേട്ടോ. ദേ പച്ചരിയാണ് പൊങ്കാല ഇടാനായിട്ട്.
പിന്നെ പഞ്ചസാര വന്നിട്ടുണ്ട്. ഇത് എത്ര കിലോ പഞ്ചസാര എന്നറിയാൻ വയ്യ, എനിക്ക് തോന്നുന്നു 2 കിലോ ഉണ്ടെന്ന് തോന്നുന്നു. ഈ പഞ്ചസാരയാണ്. അപ്പോൾ ഇത്രയുള്ള സാധനങ്ങൾ. കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ രൂപയുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നിർത്തുന്നു. ബൈ ബൈ.